ആ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ, സ്തോത്രം. വിഷയങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവസഭയായ ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അവിടുത്തെ പാദാന്തിക്ക് അടുത്തു വരുവാൻ, കൂടെ വസിപ്പാനുള്ള വലിയ ഭാഗ്യപദവി ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ ദയയ്ക്കായി, ഇത്രത്തോളം നടത്തിയ എല്ലാ നടത്തിപ്പിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മശക്തിയാൽ നിറഞ്ഞ് ആത്മാവിൻ്റെ നിറവോടെ അങ്ങേ ഈ ദേശത്ത് സേവിപ്പാൻ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ നടത്തിപ്പിൽ കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു, ദൈവസഭയായി സമർപ്പിക്കുന്നു. പ്രത്യേക കോൺഫറൻസിനായി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ പല പ്രിയപ്പെട്ട ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരുന്നുകൊണ്ട് ഈ വലിയ മഹാകൂട്ടായ്മയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹ കടാക്ഷങ്ങൾ കർത്താവെ, ദൈവ സാന്നിധ്യമൊക്കെ ഈ കോൺഫറൻസിൻ്റെ ദിവസങ്ങളിൽ ഈ ദേശത്ത് കർത്താവെ ആ കോൺഫറൻസ് വെന്യൂവിൽ ചൊരിയപ്പെടുവാൻ, അതിൻ്റെ കർത്താവെ ആ ബോൾ റൂമുകളിൽ പ്രാർത്ഥന നടക്കുന്ന ഇടങ്ങളിൽ സ്തോത്രം, കൂട്ടായ്മ ആചരിക്കുന്ന എല്ലാ ഇടങ്ങളിലും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവദാസന്മാരുടെ മേലും അഭിഷേകത്തെ ചൊരിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്ന പ്രകാരം ചെയ്യുന്ന എല്ലാ കൃപകൾക്കായി ഞങ്ങൾ വിശ്വാസത്തോടെ വലിയ പ്രതീക്ഷയോടെ ദൈവസ്ഥലിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കരുണ ചെയ്യണമേ. ഇന്ന് പകൽക്കാലവും ദൈവസ്ഥലിൽ പ്രാർത്ഥനയ്ക്കായി കൂട്ടിവരുത്തിയിരിക്കുന്ന അവിടുത്തെ ജനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയുള്ള കൃപ നൽകി തന്നാട്ട് ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ വാസ്തവമായി അനുഗ്രഹിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. മനോമഹത്വം അങ്ങേക്ക് ആദ്യയോടൊന്ന് പരിശുദ്ധാത്മാവ് തന്നെ നയിക്കും. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. നമുക്ക് ഒരുമിച്ച് ദിവസം ആയിരിക്കാൻ കർത്താവ് ഇടയാക്കുന്നതിൽ ഒരു പാട്ട് പ്രാരംഭത്തിൽ പാടി നമുക്ക് ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുക. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ. ദേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ തുറന്നിടുക നൽകിയിരുളവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുക. ദേശം നിറയും, ദേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ തുറന്നിടുക നൽകിയിരുളവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ. നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ. നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുരുഷക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുരുഷക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. അന്ധകാര ശക്തികളെ
പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജനാകൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃപയാ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃപയാ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃപയാ അന്ധകാരെ ജനാകൃപയാ അന്ധകാര ശക്തികളെ പ്പെട്ട ഈ നല്ല പകലിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും കർത്താവിൽ വന്ദനം. ഈ ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവസന്നിധിയിൽ നേക്കളോട് ചേർന്ന് ഉപവാസത്തോട് പ്രാർത്ഥനയോട് ദൈവസഭയായിട്ടായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ പകൽക്കാലവും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ചിന്തിച്ച ഭാഗത്തിൻ്റെ തുടർമാനമായി ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യമാണ് കുറിവാക്യമായി നാം വായിച്ചത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഫോർ നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ വിത്ത് ഗാഡ്. Praise the Lord. We know very well what is the context behind this verse. Who said that? Mary, the mother of Jesus, said this verse when the angel of God has given her the commandment that she's going to be the mother of Jesus, the Son of God. ദൈവത്തിൻ്റെ പുത്രനായ യേശു പൂജാതനാകുന്നത് തന്നിലാണെന്നുള്ള ഒരു വലിയ അരുളപ്പാട് ലഭിച്ചപ്പോൾ മറിയ സ്തോത്രം ആദ്യം ഭയജഗതിയായി എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചെങ്കിലും പിന്നീട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ നിഴലിടുമെന്നും ദൈവത്താൽ ആണത് സാധ്യമാകുന്നത് എന്നും പറഞ്ഞപ്പോൾ സ്തോത്രിത ഞാൻ നിൻ്റെ ദാസി, നീ ദൈവം താങ്ങുന്ന നിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്തോത്രം നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാണ് സ്തോത്രം ദൈവത്തിൽ സമർപ്പിക്കപ്പെടുവാനിടയായിത്തീർന്നു. പലപ്പോഴും നാം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ സംഭവിക്കും? How this shall happen? Many times we have this question in our life when circumstances are against us, when situations are not very favorable along with us, when people who are supposed to stand along with us, when they are not doing their part along with what we are going through, when we won't get enough support, we always ask such questions in our lives. നമ്മൾ ചോദിക്കുന്ന ചോദ്യം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടില്ല, ഇതെങ്ങനെ സംഭവിക്കും, എങ്ങനെ നടക്കാനാ? സ്തോത്രം. ഹൗ ദിസ് ഷാൽ ഹാപ്പൻ. മറിയ പറഞ്ഞ ആ ഒരു തടസ്സം വളരെ ന്യായമായിരുന്നു. ഇറ്റ് വാസ് സോ ജെന്യുവിൻ, ഇറ്റ് വാസ് ലോജിക്കലി 100% കറക്റ്റ്. പ്രൈസ് ദി ലോർഡ്. വി നോ എ ലേഡി അലോൺ, എ വുമൻ അലോൺ കനോട്ട് ഗിവ് ബർത്ത് ടു എ ചൈൽഡ്. എ മാൻ ഈസ് നീഡഡ്. പുരുഷനെ അറിയാകിയാൽ, ബിക്കോസ് ഷീ ഈസ് എ വെർജിൻ ആൻഡ് ഷീ നീഡ്സ് സമൺ. ഒരാൺ തുണയില്ലാതെ ഒരിക്കലും ഒരു സന്താനം ഉണ്ടാകുകയില്ല. 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് ഈ പ്രവചനം പ്രവചിച്ചപ്പോൾ സ്തോത്രം ഒരുപക്ഷെ പ്രവാചകനും ഉള്ളിൽ തോന്നിക്കാണിത് എന്തുവാണ് ദൈവാത്മാവ് ഈ പറയുന്നത്. പക്ഷെ താൻ പ്രവചിച്ചു, എഴുതി. സ്തോത്രം. തൻ്റെ ജീവിത കാലയളവിൽ സംഭവിച്ചില്ല. 700 years. ഇത് പകർത്തി എഴുതിയ പല ശാസ്ത്രിമാർക്കും ഈ സംശയം ഉണ്ടായിരുന്നു, ഇതെങ്ങനെ സംഭവിക്കും? അതേ ചോദ്യം കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി ആവർത്തിക്കപ്പെട്ട ചോദ്യമാണ് മറിയയും ചോദിച്ചത്. സ്തോത്രം. ഇതെങ്ങനെ സംഭവിക്കും? സ്തോത്രം. എന്നാൽ അത് സംഭവിക്കാൻ സമയമായപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തിയെ അയക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ള ദിവസങ്ങളിൽ നാം പ്രതീക്ഷിക്കുന്നതാണ്, എങ്ങനെ സംഭവിക്കുമെന്ന് നാം ചോദിക്കുന്ന പലതിൻ്റെ മേലും the Most High is going to overshadow upon the prayer matters we have placed before God. പരിശുദ്ധനായ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട്, മഹത്വം കൊണ്ട് അതിൻ്റെ മേൽ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അതിൻ്റെ മേൽ വെളിപ്പെടുത്തി ആ കാര്യം സാധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ ദൈവം ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നൊക്കെ നാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നാം ചോദിക്കും ആരാ ഉള്ളേ? സ്തോത്രം അല്ലേ? സ്തോത്രം. ആരുണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? എത്ര പേര് ഇതിനുവേണ്ടി തയ്യാറാകുന്നു? എത്ര പേര് പ്രാർത്ഥിക്കുന്നു? എത്ര പേർക്ക് ഇതിനെപ്പറ്റി ഇത്ര സീരിയസ് ആയി ചിന്തിക്കുന്നുണ്ട്? സ്തോത്രം. ആർ നമുക്ക് വേണ്ടി ഇത് ചെയ്യും? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു ചോദ്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആർ നമുക്ക് വേണ്ടി ഇത് ചെയ്യും? സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം തന്നെ കല്ലറയ്ക്കൽ അടക്കി. സ്തോത്രം. അതിനുശേഷം ശബത്ത് കഴിഞ്ഞ് മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമിയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. They went to the tomb of Jesus. They just wanted to anoint him with all these perfumes and spices. They used to do that. That is a Jewish custom to do. But അങ്ങനെ അവരുടെ ചെയ്തു വരുന്ന രീതി അനുസരിച്ച് ചെയ്യുവാൻ ചെന്നപ്പോൾ അവർക്കൊരു തടസ്സമുണ്ട്. അതിന് മുമ്പിൽ, കല്ലറയ്ക്ക് മുമ്പിൽ എന്താണ്? ഒരു വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിരിക്കുക. സ്തോത്രം. ആ കല്ലിൻ്റെ മേൽ മുദ്രയൊക്കെ ഉണ്ടായിരുന്നു, റോമൻ മുദ്രയൊക്കെ അടിച്ച്. ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പാണ്ടിലോറി വരുമ്പം തവള മുന്നിൽ നിന്ന് നിൽക്കും. സ്തോത്രം. തവള വന്നിട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് വീർപ്പിക്കും. എന്നിട്ട് എന്താ അതിൻ്റെ വിചാരം? അതിങ്ങനെ പെരുപ്പിച്ച് കാണിച്ചാൽ ഈ ലോറി നിൽക്കുമെന്ന്. അത് അതിൻ്റെ പുറത്തോടെ കയറി ഇറങ്ങാൻ പോകും എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. അതേ അവസ്ഥയാണ് റോമക്കാർ ഈ കല്ലറയുടെ പുറത്ത് മുദ്ര വെച്ച്. പുനരുദ്ധാരത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ പോകുമ്പം ഈ മുദ്ര എന്തുവാ, പടയാളി എന്തുവാ, നിയമം എന്തുവാ, ഒന്നുമില്ല. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ അവർ വിചാരിച്ച് ഈ മുദ്ര കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പേടിക്കുമെന്നല്ലൊരു. പക്ഷെ അഖിലാണ്ടത്തിൻ്റെ ഉടയവനും സകലത്തെ നിർമ്മിച്ചവനുമായവനാണ് ഈ അകത്ത് കൊണ്ട് വെച്ചതെന്ന് അവരറിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവർ മനസ്സിലാക്കിയില്ല. ഇതാണ് പലപ്പോഴും നമ്മൾ പറയുന്ന തടസ്സങ്ങൾ, നമ്മൾ ഉയർത്തുന്ന വെല്ലുവിളികൾ. ഇപ്പം ഞാനും കാണിച്ചു തരും എന്ന് പറയുന്നതൊക്കെ ആരോടാണ്? നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്ന ആരോടാ? നമ്മൾ പറയുന്നത് ഇന്നാളോടാണ്, അല്ലെ പാസ്റ്ററോടാണ്. സ്തോത്രം. അങ്ങനെ ചിന്തിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവൻ ആരാണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യം വേണം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധാനത്തിൽ നാം പറയുന്ന അവകാശവാദങ്ങളൊന്നും പലപ്പോഴും നടന്നു വരത്തില്ല. പലപ്പോഴും നാം പറയുന്ന വെറും വാക്കുണ്ട്. സ്തോത്രം. നമ്മളങ്ങ് മറന്നുപോകും. പക്ഷെ ദൈവം തമ്പുരാൻ അത് കുറിച്ചിടും. തമ്പുരാനെ കുറിച്ച് നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് പറയുന്നത് വെറും വാക്ക്. ദൈവനാമത്തിനെ കുറിച്ച് വെറും വാക്ക് പറയരുത്. ദൈവദാസന്മാരെക്കുറിച്ച്, ദൈവനാമത്തെക്കുറിച്ചൊന്നും വെറും വാക്ക് പറയരുത്. ദൈവദാസന്മാർ പെർഫെക്റ്റ് ആണോന്നില്ല, അവരുടെ കയ്യിൽ കുഴപ്പങ്ങളാണ്. അത് ദൈവമായിട്ട് അവർ തീർത്തോളൂ. അതിൻ്റെ ദൈവത്തിൽ അവർ കണക്ക് പറഞ്ഞുകൊണ്ട് വരും. പക്ഷെ നമ്മൾ അതിനകത്ത് കയറി വെറും വാക്ക് പറയരുത്. സ്തോത്രം. പറഞ്ഞാൽ അത് ദൈവസ്ഥലിൽ കണക്കെടുക്കും. കാരണം ദൈവം ഇവിടെ ഇവൻ എനിക്കെതിരെയാണല്ലോ സംസാരിക്കുന്നത്. ഇത്രയും നാളായിട്ട് ഇവൻ വിശ്വാസത്തിലായി, ഈ ബോധം ഇല്ലയോ ഇവന് എന്നുള്ള ചിന്തയിൽ തമ്പുരാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല. സ്തോത്രം. തമ്പുരാൻ അത് കണക്കിടും. അത് തലമുറയുടെ മേൽ കണക്കിടും. സ്തോത്രം. അതുകൊണ്ടാണ് പലതും ഒരു സമയം കഴിയുമ്പോൾ പിന്നെ പിടിവിട്ടു പോകുന്നത്, പലർക്കും നിലനിൽക്കാൻ കഴിയാത്തത്. അപ്പച്ചൻ്റെ കാലത്ത് വലിയ കുഴപ്പമില്ല നിന്നു, പ്രാർത്ഥിക്കും, കണ്ണുനീരിനും ഒക്കെ ആളുണ്ടായിരുന്നു. എന്നാൽ ഈ കണ്ണുനീർ ഒഴുക്കുന്ന വ്യക്തി ഇല്ലാതായി പോകുമ്പോൾ പിന്നെ ഒരു കുറച്ച് സമയത്തൊക്കെ കാണത്തുള്ളൂ ഇതിൻ്റെ എഫക്റ്റ്. പിന്നീട് സ്തോത്രം അത് കൈമാറ്റം ചെയ്ത് പ്രാർത്ഥനയിൽ പോരാടി നിലകൊള്ളുവാൻ തലമുറയില്ലാതെ വരുമ്പോൾ തിരിച്ചടിയിലേക്ക്, പണ്ട് കാലത്ത് ചെയ്തതിൻ്റെ തിരിച്ചടി സ്തോത്രം തലമുറകൾ അനുഭവിക്കാൻ ഇടയായിത്തീരും. സ്തോത്രം. റോമക്കാർ അനേക ക്രൂരതകൾ ചെയ്തവരാണ്. റോമക്കാർ അനേകരെ കൊന്നൊടുക്കിയതാണ്. യഹൂദന്മാർക്കെതിരെ ഭയങ്കരമായി ശക്തമായി നിന്നു, പല ജാതികളൊക്കെ. പക്ഷേ എന്നാൽ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിൽ അവർ കടപുഴകി വീഴുവാനിടയായി തീർന്നു. സ്തോത്രം. ഇതാണ് സംഭവിച്ചത്. കാലസമ്പൂർണതയിൽ മശിഹയുടെ വെളിപ്പാട് ആ സാമ്രാജ്യത്തിന് തന്നെ അന്തമായി മാറി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം അവരുടെ പരാജയത്തിൻ്റെ തുടക്കമായിരുന്നു ആ മുദ്ര പൊട്ടി മാറിയത്. സ്തോത്രം. അപ്പോൾ ഈ സഹോദരിമാർ വന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ പ്രശ്നം. അത് കല്ലാര് ഉരുട്ടി മാറ്റും. സ്തോത്രം. കല്ലറയുടെ വാതിക്കൽ നമുക്ക് വേണ്ടി ആരിത് ചെയ്യും? സ്തോത്രം. നമ്മൾ ആദ്യം പറഞ്ഞു എങ്ങനെ സംഭവിക്കും എന്നുള്ളതിന് പരിഹാരമായി പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാട്, ദൈവത്തിൻ്റെ സാന്നിധ്യം. രണ്ടാമതായി ഉള്ള ചോദ്യം നമ്മുടെ ആര് ചെയ്യും? ആരുണ്ട് പാസ്റ്ററെ? ഇവിടെ ആരാ ഉള്ളത്? എങ്ങനെ നടക്കും? സ്തോത്രം. നടക്കുമോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ കല്ലറയുടെ വാതിക്കൽ വന്നിട്ട് ചോദിച്ച ചോദ്യം, ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് തമ്മിൽ പറഞ്ഞു. സ്തോത്രം. അവർ 3 പേരേ ഉള്ളൂ, 3 ബലഹീനരായ സഹോദരിമാർ. അവർക്കറിയാം ഒരു കാരണവശാലും എത്ര ശ്രമിച്ചാൽ ഈ 3 പേരെയും കൊണ്ട് ഈ കല്ല് മാറ്റാൻ കഴിയുകയില്ല. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് മുന്നമേ ചെയ്തു അവർക്ക് വേണ്ടി. ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമ്മെ അയക്കുന്ന ദൈവം നമുക്ക് മുന്നമേ പാതകളെ നിരപ്പാക്കുന്നവനാണ്. അത് ഞാൻ മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കല്ല്
റോമ സാമ്രാജ്യം വിചാരിച്ചു ഈ കല്ലിൻ്റെ മേൽ മുദ്ര വെച്ചാൽ ഈ കല്ല് പിന്നെ ആരും തൊടത്തില്ലെന്നും. മനുഷ്യർ തൊടത്തില്ലായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ ശക്തി ആരും തൊടാതെ ഹല്ലേലൂയ ആ കല്ല് ഉരുണ്ട് മാറി. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു ദൂതൻ കയറിയിരിക്കുക. സോ അതെന്ന് പറഞ്ഞാൽ നിന്റെ പ്രശ്നം ഇനി തിരിച്ചുരുളാതിരിക്കാൻ, സ്തോത്രം, ഇനിയും തിരിച്ചുരുണ്ടാ കഥ അടയാതിരിക്കാൻ ദൂതൻ തൻ്റെ അധികാരത്തിൽ, ഹല്ലേലൂയ, ഞാനാണ് ഇതിൻ്റെ മേൽ അധികാരമുള്ളവൻ, റോമ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തെ കാറ്റിൽ പറത്തിയിട്ട് താൻ ആ കല്ലിൻ്റെ പുറത്ത് കയറിയിരുന്ന അത് ആ ഇരിപ്പ് തന്നെ, സ്തോത്രം, ഹല്ലേലൂയ, കല്ലിൻ്റെ പുറത്തിരിക്കുന്ന ആ ഇരിപ്പ് തന്നെ തൻ്റെ അധികാരത്തെ, ഹല്ലേലൂയ, താൻ എവിടെ നിന്ന് വരുന്നു, ദൈവസ്ഥലത്ത് പുറപ്പെട്ടു വന്ന ദൂതൻ്റെ അധികാരത്തെ കാണിക്കുന്നു. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം നാം നോക്കിക്കാണുന്ന ചില പ്രശ്നങ്ങളുടെ മേൽ ദൈവം തൻ്റെ കരം അയച്ചിട്ട്, ഹല്ലേലൂയ, തടസ്സമായി നിൽക്കുന്ന ചില ബന്ധനങ്ങളുടെ മേൽ, പ്രതികൂലങ്ങളുടെ മേൽ, വെല്ലുവിളികളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയിട്ട്, ഹല്ലേലൂയ, അത് വീണ്ടും നിന്നെ ഭയപ്പെടാതിരിക്കാൻ തക്കവണ്ണം ദൂതൻ അതിൻ്റെ മേൽ തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുന്ന, ഹല്ലേലൂയ, വീണ്ടും അത് തിരിച്ചുരുളാതെ, വീണ്ടും അത് നിനക്ക് തടസ്സമായി വരാതെ, വീണ്ടും നിനക്ക് അത്, ഹല്ലേലൂയ, സ്തോത്രം, വഴിയെ തടഞ്ഞു നിർത്താതെ നിന്റെ പോക്കിനെ, മുന്നോട്ടുള്ള സഞ്ചാരത്തെ, ഹല്ലേലൂയ, തടസ്സം ചെയ്യുവാൻ അനുവദിക്കാത്ത തരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനെ വെളിപ്പെടും. ഇറ്റ് ഷാൽ നോട്ട് കം ബാക്ക്. The stone will not roll back and create a problem, a hurdle for you. That is why it shows the authority of the angels sitting on that rock. Hallelujah, praise the Lord. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സ്തോത്രം, ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ജെറമായ chapter 32 verse 17, when we read, it is said about our God, who is the creator, hallelujah, who is creator of the earth and heaven, praise the Lord, hallelujah. With his great power he created, he made heavens and the earth. And it says nothing is too hard for you. നിനക്കൊന്നും അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങളെയാണ്, സ്തോത്രം, മറിയ ഉരുവിട്ട് പ്രവചന പുസ്തകങ്ങളിലെ വാക്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മെമ്മറി വേഴ്സ് പഠിപ്പിക്കുന്നത് വെറുതെ അല്ല കേട്ടോ. മറിയ നല്ലതായിട്ട്, സ്തോത്രം, പോയി ക്ലാസ്സുകൾ പഠിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഈ വാക്യങ്ങളൊക്കെ അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, ദൂതൻ പറഞ്ഞപ്പോൾ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് മറിയ പറഞ്ഞത്. സ്തോത്രം. പ്രതികൂലമായ സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വാക്യങ്ങൾ പഠിപ്പിച്ചാൽ ഗുണത അവരത് പറയും. സ്തോത്രം, തക്ക സമയത്ത് അവരത് പറയും. when they pronounce those verses, സൺഡേയിൽ അവർ പറയുന്നത് നമ്മളെ പേടിച്ചായിരിക്കും, പക്ഷേ in real life situations when they say that, praise the Lord, it has life. Children, are you hearing? Stotram, are you listening to me? With the memory verses that you are memorizing and reciting on Sundays, it is not just for that few minutes, it is for life. Whenever you come into a situation where you feel that verse is the right one here, just recite it. If you can utter it by mouth, utter it. Otherwise, say it in your heart. It is going to happen for you. It is going to be a miracle for you. Hallelujah. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. Hallelujah. God who makes the impossible possible. Hallelujah. അവന്റെ വചനം അയച്ച് അവരെ വിടുവിക്കുന്നത് പറയുന്നത് പോലെ, when you utter those verses, it has mighty power. Hallelujah. It can make impossible possible in your life. It can do miracles in your life. Hallelujah. Praise the Lord. യിരെമ്യാ പ്രവചനം പറയുക, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയവനവൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവം, ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നാം ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. അവർ പറഞ്ഞു, അത് ആര് നമുക്ക് വേണ്ടി ചെയ്യും? ഹല്ലേലൂയ. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുടെ മേലും ആര് നമുക്ക് വേണ്ടി നിലകൊള്ളും? ഒരു മനുഷ്യനുമില്ല ഇത് മനസ്സിലാക്കുവാൻ. There is nobody who is going to understand what I am going through. Hallelujah. But one thing is very sure, our God is there to know your situation. Hallelujah. Nobody will understand. Hallelujah. Why you are going to the tomb? ആൾക്കാർ ചോദിക്കും, എന്തിനാ സൗകര്യമാർ രാവിലെ ആ കല്ലറയ്ക്ക് പോകുന്നത്? നന്നായി ഇത്രയും പ്രശ്നമാണ്. സാധാരണ ഒരു മരണമല്ല. റോമാ സാമ്രാജ്യവും പടയാളികളും മഹാപുരോഹിതന്മാരും ഒക്കെ ഉൾപ്പെട്ട വളരെ ടെർമോയിലുണ്ടാക്കിയ, പലസ്തീൻ മുഴുവൻ ഇളകി മറിഞ്ഞ ഒരു മരണവും അടക്കവും ഒക്കെയാണ്. ഭൂകമ്പം ഉണ്ടായി ഇന്നലെ രാത്രി. സ്തോത്രം. അങ്ങനെയൊക്കെ പറയും. വെള്ളിയാഴ്ച രാത്രി എന്തോ വലിയ ഭൂകമ്പമായിരുന്നു, പാറയൊക്കെ പിളർന്നു. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് എന്തിനാണ് ഈ സുഖത്തോർഗം പിടിച്ചിട്ട് പോകുന്നത്? സാധാരണ ഒരു മരണം നിങ്ങളുടെ സൗകര്യങ്ങളാലും മരിച്ചാൽ നിങ്ങൾക്ക് പോകുന്ന കുഴപ്പമില്ല. That is a custom to do that. But why you are going to the tomb where this much problem has already happened? But they didn't fear. Praise the Lord. ശിഷ്യന്മാരും പേടിച്ചകത്തിരിക്കുക, പക്ഷെ ഇവർ പേടിച്ചില്ല. ഇവർ പോയി അവരുടെ കർമ്മം ചെയ്യുവാൻ, സ്തോത്രം, കർത്താവിനെ
പൂശുവാൻ അവർ ശ്രമിച്ചു. സുഗന്ധവർഗം പൂശി സ്തോത്രം അവരുടെ ആ കർമ്മങ്ങൾ ചെയ്യുവാൻ സഹോദരിമാർ തയ്യാറായി. എന്നാൽ അവർക്ക് വേണ്ടി അവർ അവിടുന്ന് യാത്ര തിരിച്ചപ്പോഴും മുമ്പ് തന്നെ തമ്പുരാൻ അവർക്ക് വേണ്ടി വഴിയെ തുറന്നു. പ്രിയമുള്ളവരെ, നാം എടുക്കുന്ന ചെറിയ സ്റ്റെപ്പുകൾ വിശ്വാസത്താൽ, പ്രാർത്ഥനയാൽ, പ്രാർത്ഥനാ മുറിയിൽ നാം എടുക്കുന്ന ചുവടുവെപ്പുകളെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. എ ഗോഡ് ഹു ഓണേഴ്സ് അവർ സ്മോൾ സ്റ്റെപ്സ്, അവർ സ്മോൾ പ്രേയേഴ്സ്, അവർ സ്മോൾ ഇൻറ്റൻഷൻസ്. ഇഫ് ഇറ്റ് ഈസ് സോ പ്യുവർ, ഇഫ് ഇറ്റ് ഈസ് ഹോളി, ഇഫ് ഇറ്റ് ഈസ് ജെനുവിൻ in the presence of God, God is going to honor that. Hallelujah. That is our God. Our God is a faithful God. Our God is a God who is righteous. Hallelujah. He sees everything. Nothing is hidden from His sight. So this morning, let us dedicate our lives in the presence of God and say that, oh God, if nobody is there, even if I have a great question, who will do this for me? I will step ahead. I will march forward to do your will in my life. എൻ്റെ ഹിതം എനിക്ക് ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ഹല്ലേലൂയ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് പറയാം. മൂന്നാമതായി പലപ്പോഴും നാം ചോദിക്കുന്ന, ഇനി ഇത് നടക്കുമോ? സ്തോത്രം. വിൽ ഇറ്റ് ഹാപ്പൻ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ഉള്ള ചോദ്യമാണ്, ഇനിയിപ്പം നടക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രതീക്ഷയെല്ലാം അസ്തമിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് കുറേ പ്രാർത്ഥിച്ചിട്ട് പിന്നീട് സ്തോത്രം മാനുഷികമായി ആ പ്രാർത്ഥന നിർത്തുന്നൊരു സമയമുണ്ട്. പ്രതീക്ഷ അറ്റുപോകുന്നൊരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു, പ്രൈസ് ദി ലോർഡ്, പള്ളിപ്രമാണിയുടെ മകളെ സൗഖ്യമാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ the ruler of the synagogue, his daughter was sick. He came and asked him, please come and pray for my daughter, heal her. But on the way he was going, അവൻ പോകുന്ന വഴിയിൽ എന്ത് ചെയ്തു? സ്തോത്രം. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ വന്ന് തൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ അവിടെ അല്പം ഡിലേ ആയി അല്ലേ? താൻ പോകുന്നത് പെട്ടെന്ന് പള്ളിപ്രമാണിയുടെ കൂടെ പോകുമ്പോൾ, when he was rushing towards the house of the ruler to heal his daughter, what happened? A lady came in between, but she got healed. So that created a great delay over there. അപ്പോൾ ഈ സംഭവം നടന്നു, ബഹളമായി, സ്തോത്രം, ആളുകൾ കൂടി, താൻ സൗഖ്യമായി, ബാധ ഒഴിഞ്ഞു, അവൾ മുൻപിൽ വന്നു, കർത്താവ് അവളോട് സംസാരിച്ചു, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ച് നീ സൗഖ്യമായി, ബാധ ഒഴിഞ്ഞ് സമാധാനത്തോടെ പോവുക എന്നൊക്കെ പറഞ്ഞു, സ്വസ്ഥമായിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, when we read chapter 5 verse 35, we read that ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. പ്രൈസ് ദി ലോർഡ്. People came from his house, the ruler's house, and they said, your daughter is gone, she's dead. The ruler came to Jesus when she was very sick, when she was very seriously sick. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? The daughter is already dead. Then their comment is that, why trouble the teacher any further? ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? ദാറ്റ് ഈസ് എ പോയിന്റ്. ഇനി ഇത് നടക്കുമോ? ഇനിയും പ്രാർത്ഥിക്കണോ? ഇനിയും വല്ല അത്ഭുതം നടക്കുമോ? ഇത്രയൊക്കെ ആയില്ലേ? ഇനി. പ്രൈസ് ദി ലോർഡ്. That is what we always use, that vocabulary. Further. Anything can happen now? Do we need to press forward for this same matter? Do we need to pray any further for this? That is what we always ask. That is humanly logic. In humanly logic, manushigaparamaya buddhil, in human logic, it may seem impossible. It may seem a period, full stop. There is nothing going to happen for this. But you have to understand one thing. Praise the Lord. The response from Jesus. Praise the Lord. യേശു ആ വാക്ക് കാര്യമാക്കാതെ, Jesus overheard their words. Hallelujah. Praise the Lord. എന്നിട്ട് പറഞ്ഞെന്തുവാ? Do not fear, only believe. Praise the Lord. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, അതേ ഉള്ളൂ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് കൈയും കാലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ഷോ ഓഫ് കാണിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഒരുപാട് സ്തോത്രം നമ്മെ തന്നെ ഉയർത്തേണ്ട ആവശ്യമില്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക. തമ്പുരാൻ പറഞ്ഞൊരു വാക്ക് അത് സത്യമാകുമെന്ന്, ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആര് ചെയ്യും? എങ്ങനെ സംഭവിക്കും? ഇത് നടക്കുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ സ്തോത്രം, നമുക്കൊരുപാട് പരിമിതികളുണ്ട്. സ്തോത്രം. നമുക്കറിയാം, എനിക്കറിയാം പരിമിതികൾ, നമുക്കൊക്കെ അറിയാം നമ്മുടെ പരിമിതികൾ, നമ്മുടെ കഴിവ് എത്രയുണ്ടെന്നൊക്കെ നമുക്കറിയാം. സ്തോത്രം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ.
a lot of interest, lot of matters, lot of factors are in play in all these situations. പക്ഷേ പ്രിയമുള്ളവരെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് അരുളി ചെയ്തവൻ. പുനരുത്ഥാനവും ശക്തിയും ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്ന അരുളി ചെയ്ത കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ വിഷയങ്ങളുടെ മേൽ നടകൊള്ളുമ്പോൾ, ഹല്ലേലൂയ, ഇനിയും നടക്കുമോ, ഇനിയും സാധ്യതയുണ്ടോ, ഇനിയും എന്നുള്ള ആ ചോദ്യത്തിന് മുൻപിൽ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഡു നോട്ട് ഫിയർ. Any further? Do we need to go any further? Do we need to pray for this any further? Do we need to ask for this any further? Do we need to do anything for this matter any further? That is what in our mind, praise the Lord. Many a times that is what ruling us, praise God, because of the situations, because of the negativity, because of the lack of resources, because of the people speaking against us, fighting against us. ആളുകൾ നമുക്കെതിരായി തീരുമ്പോൾ, ആളുകൾ ഹല്ലേലൂയ സ്തോത്രം വല്ലാതെ ഇൻഡിഫറൻ്റ് ആയി പെരുമാറുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ മാനുഷികമായി വരാവുന്ന ചോദ്യങ്ങളായി. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവസഭയോടായി, ദൈവമക്കളോടായി ഉറപ്പിനായി പറയുന്നു, ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വചനങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മെ കൊണ്ട് ഹല്ലേലൂയ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്നൊരു ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെടുത്തും. ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ ഉറപ്പാ. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഉറപ്പായി ഇന്ന് പകൽക്കാലം അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ജീവിതത്തിന്റെ പല മേഖലകളിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർത്ത അനുഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഹല്ലേലൂയ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അസാധ്യങ്ങളുടെ മേൽ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ കരുതല്, കൃപ നമ്മുടെ മേൽ ചൊരിയണം. ഹല്ലേലൂയ, നമ്മുടെ മേൽ നമ്മൾ അനുഭവിച്ചറിവരുടെ ആയിത്തീരണം. മർക്കോസ് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട്, അവിടെയും സ്തോത്രം ചോദ്യങ്ങൾ പല രീതിയിൽ അവിടെ വരുവാനിടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം, നിനക്ക് കഴിയുമെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, അതാണ് പലപ്പോഴും പലരും ചോദിക്കുന്നത്, നിനക്ക് കഴിയുമെങ്കിൽ. Mark chapter 9 verse 22 and 23, when we see the situation, hallelujah, ചെറുപ്പം മുതൽ വെള്ളത്തിലും ഒക്കെ വീണ് സ്തോത്രം ബാധയുള്ള ഒരു കുഞ്ഞുമായ ഒരു മകനുമായ അപ്പൻ ദൈവസ്ഥലിൽ എടുത്തു. ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. For the disciples it was impossible. ശിഷ്യന്മാർ ഇനി ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് നടക്കുകയല്ല. സ്തോത്രം, ചിലർക്ക് അങ്ങനെ വിചാരമുണ്ട്. സ്തോത്രം, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ ആരെയും കൊണ്ടും ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരം. സ്തോത്രം, അങ്ങനെ പറഞ്ഞോളെ. എന്നാൽ അവിടെ ആ പിതാവ് സ്തോത്രം പറഞ്ഞു, നിനക്ക് വലുതും കഴിയുമെങ്കിൽ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ബട്ട് ഇഫ് യു ക്യാൻ ഡു എനിത്തിങ്. അതിനർത്ഥം എന്താ അറിയാമോ? കുറേ പുള്ളികൾ ഓൾറെഡി ട്രൈ ചെയ്തതാണ്. സ്തോത്രം, അതതിനർത്ഥം. ശിഷ്യന്മാരുണ്ടല്ലോ, അല്ലയോ ഗുരു, റബ്ബി, യുവർ ഡിസൈപ്പിൾസ് ഓർ ടീച്ചർ, യുവർ ഡിസൈപ്പിൾസ് ഓൾറെഡി ട്രൈഡ്. ഇനിയിപ്പോൾ നീനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, അതാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ എണ്ണത്തിൽ കൂടില്ല. സ്തോത്രം, അവരെല്ലാവരും മാറി മാറി ഇന്ന് ഫലിച്ചു. സ്തോത്രം, മാറി മാറി ഉപസിച്ചു. എന്നിട്ടും എന്ത് ചെയ്തില്ല, നടന്നില്ല. ഇനിയിപ്പം നീ ആയിട്ട് വന്നിട്ടിപ്പം നീ ഇവരുടെ ലീഡറായിരിക്കും, എന്തെങ്കിലും നോക്കാം, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ എന്നുള്ള രീതിയിലുള്ളൊരു വർത്തമാനം. അത് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണേ. എന്നാൽ അവർക്ക് അവർ ഡൗട്ടാണ്. കാരണം ഇവർ യേശുവിൻ്റെ നാമത്തിലൊക്കെ പറഞ്ഞു നോക്കിയിട്ട് ഒരു സംഭവം, യേശുവോട് എന്താ പറഞ്ഞത്? നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ. സ്തോത്രം, ഇഫ് യു ക്യാൻ, ഇറ്റ്സ് എൻ എക്സ്ക്ലമേഷൻ മാർക്ക് ഓവർ. ജീസസ് ഈസ് ആസ്കിങ്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് എന്ന് പകൽക്കാലം നമ്മുടെ പല മനോഭാവങ്ങളെയും കണ്ട് ചോദിക്കുന്നതാണ്. സ്തോത്രം, കർത്താവ് എല്ലാം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. അങ്ങനെ അല്ല നമ്മുടെ മനോഭാവം വരേണ്ടത്. ഓൾ തിങ്സ് ആർ പോസിബിൾ ഫോർ വൺ ഹു ബിലീവ്സ്. വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലോ, ഒരുപാട് സ്തോത്രം നാം അധ്വാനിക്കുന്നതിലോ ഒക്കെ അല്ല. സ്തോത്രം, നാം ചെയ്യേണ്ടത് ചെയ്യണം, അധ്വാനിക്കേണ്ടത് അധ്വാനിക്കണം, വിശ്വസ്തയോടെ നിൽക്കേണ്ടത് വിശ്വസ്തയോടെ നിൽക്കണം, പരിശുദ്ധിയോടും വിശുദ്ധിയോടും വേർപാടോടും നിൽക്കേണ്ടത് നിൽക്കണം, പ്രമാണം പാലിക്കണം. ശരിയാ, പക്ഷേ നാം പരമപ്രധാനമായി നമ്മിൽ വേണ്ടത് സ്തോത്രം വിശ്വാസമുള്ളവരായിരിക്കണം. തമ്പുരാൻ ഇത് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ നാം കരുതിയിരിക്കണം. വിശ്വാസമില്ലാതെ നാം പ്രാർത്ഥിച്ചതുകൊണ്ട്, വിശ്വാസമില്ലാതെ നാം പ്രവർത്തിച്ചതുകൊണ്ട്, വിശ്വാസമില്ലാതെ ഉറപ്പില്ലാതെ ദൈവത്തിങ്കൽ പൂർണ്ണമായി ആശ്രയം വെക്കാതെ നാം ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. സ്തോത്രം, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ,
വിൽ ഇറ്റ് ഹാപ്പൻ? പ്രൈസ് ഗോഡ്. വിൽ ഇറ്റ്, ദാറ്റ് ഇസ് അവർ ക്വസ്റ്റ്യൻ. വിൽ ഇറ്റ് ഇത് സംഭവിക്കുമോ? ഇത് നടക്കുമോ? ഹല്ലേലൂയ. ഇത് നടക്കുമോ? ദൈവം പറയുക, വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലം നാം ഒരു കാര്യം തീരുമാനിച്ച്, ദൈവസ്ഥലം ഹല്ലേലൂയ ഒരു കാര്യം ഉറപ്പിച്ച്, ദൈവത്തോട് ഹല്ലേലൂയ ഏറ്റുപറഞ്ഞ്, ദൈവസന്നിധി നമ്മുടെ കുറവുകളെ സംബന്ധിച്ച്, കർത്താവേ പലപ്പോഴും അവിശ്വാസം ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആളുകൾ മാറിപ്പോയപ്പോൾ, സഹായിപ്പാൻ ആളുകൾ ഇല്ലാതെ വന്നപ്പോൾ ഇതിന് നടക്കുകയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആരുണ്ടെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ മറന്നുപോയി, സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി എന്ന് നിലനിൽക്കുന്നവനാ. അവൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എന്നുമുണ്ട്. ദൈവത്തെ മറന്നുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യനെ മാത്രം നോക്കി ഞങ്ങൾ പറഞ്ഞ ചില കമൻറ്റുകളുണ്ട്. മനുഷ്യനെ മാത്രം ആശ്രയിച്ച് ഞങ്ങൾ പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഹല്ലേലൂയ. Many times we are looking only at human resources. Many times we are looking only on humanly planned things. Hallelujah. Only we comment based on human logic. But we have to stand different. Hallelujah. We have to think differently. We have to move differently. Hallelujah. ദൈവസന്നിധിയിൽ നാം ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ദൈവത്തോട് അപേക്ഷിച്ചേ പറ്റും. കർത്താവേ, അവിടുത്തെ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ കൂടെ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഇത് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നേരിടുമ്പോൾ, when the Holy Spirit overshadow upon you, when the Most High is going to overshadow upon you, that is not just going to fulfill that promise, but also a protective hand. Hallelujah. Praise the Lord. 91 സങ്കീർത്തനം പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ദോഷവും തട്ടുകയില്ല അവൻ്റെ മേൽ അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് when we are acquiring some blessing, when we are receiving some blessing from the presence of God, hallelujah, it is not only just for the sake of getting it, but also there is a protection coming along with that. God will take care of that. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് നൽകിയ അവകാശങ്ങൾ, ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾ, തലമുറകൾ, ഹല്ലേലൂയ, ദൈവം നൽകി തന്നതാണെങ്കിൽ അതിന്മേൽ ദൈവത്തിൻ്റെ പരിപാലനമുണ്ട്. അത്യുന്നതൻ്റെ നിഴലിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ ലഭിച്ചതാണെങ്കിൽ, അതുകൊണ്ട് പറഞ്ഞ ആത്മീക സന്താനങ്ങൾക്ക് വേണം ഞാൻ ജന്മം നൽകുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ വേണം, ഹല്ലേലൂയ, നമുക്ക് ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ട് വരുവാൻ. അല്ലാതെ മാനുഷികമായ കരങ്ങൾ കൊണ്ട്, മാനുഷികമായ വാക്കുകൾ കൊണ്ട്, ഹല്ലേലൂയ, പാസ്റ്ററെ കണ്ട്, ബിൽഡിംഗ് കണ്ട്, സഭ കണ്ട്, ഹല്ലേലൂയ, ജനക്കൂട്ടത്തെ കണ്ട്, ചെറുപ്പക്കാരാ, ഹല്ലേലൂയ, നല്ല സ്കൂൾ ഡിസ്ട്രിക്റ്റാ, ഇതൊന്നും കണ്ടുവരുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. ദൈവത്തിന് വേണ്ടത്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ദൈവം കൊണ്ടുവരുന്നതിനെ ദൈവം പരിപാലിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതെൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ചൊരു ഉറപ്പാണ്. സ്തോത്രം. പലരും നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ മാറിപ്പോകുമ്പോൾ, പലരും നമ്മുടെ അഭിപ്രായങ്ങളോട് യോജിക്കാതിരിക്കുമ്പോൾ, കഠിന വാക്കായതെന്നൊക്കെ പറഞ്ഞ് ആളുകൾ മാറിപ്പോകുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം തന്നെ ഉറപ്പാണ്. ദിവസങ്ങളിൽ ആ സമയത്ത് ഭാരമുള്ള സമയത്തൊക്കെ ദൈവം തന്നെ ഉറപ്പാണ്. സ്തോത്രം. ആത്മീക സന്താനങ്ങളെ ദൈവം പരിപാലിക്കും. ഹല്ലേലൂയ. അത്യുന്നതൻ്റെ മറവിലാണ് അവരുടെ പാർപ്പ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളതിനെ കൊണ്ടുപോകുവാൻ ശത്രുവിനെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലിൽ നാം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസഭയായിട്ടായിരിക്കുക. നാം അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അനവധിയായ പ്രാർത്ഥന, ഹല്ലേലൂയ, ഉപവാസം, പ്രൈസ് ദി ലോർഡ്, ആത്മതപനം, കണ്ണുനീര്, ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ ഈ ദേശത്തിന് വേണ്ടി, ദൈവപ്രവൃത്തിക്കായി, പ്രത്യേക കോൺഫറൻസിന് വേണ്ടിയൊക്കെ നാം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അനേകര് ദേശത്തിൻ്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട്, ഇന്ത്യ മഹാരാജ്യത്തു നിന്നൊക്കെ, ഹല്ലേലൂയ, സ്തോത്രം, അനേകര് നമുക്ക് വേണ്ടി ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനേക പ്രിയപ്പെട്ടവർ നമ്മൾക്ക് പ്രാർത്ഥനാ പങ്കാളികളായി ഈ ദേശത്തിന് വേണ്ടി, ഹല്ലേലൂയ, ഈ ദേശത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, ഡെൻവറിന്ന് ശരിക്കും പറയാൻ പോലും അറിയാത്ത ആളുകൾ, ഹല്ലേലൂയ, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് അറിയാമോ? അവർക്കൊരു വിശ്വാസമുണ്ട്. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ബോധ്യം നൽകി. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെയുള്ളവർ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും അപ്പുറമായി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെയുള്ളവർ പലരും ഇതിനെപ്പറ്റി ബോധ്യം പോലും ഇല്ലാത്തവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ചിലർ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവർക്ക് ഇതിൽ ബെനിഫിറ്റ് കിട്ടുന്നതല്ല, അവരുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ബോധ്യം നൽകിയിട്ടുണ്ട്. ദൈവം ചിലത് ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ, ആ ബോധ്യമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ, നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, ഹല്ലേലൂയ, അധികം ഫലം ചെയ്യുന്നതാകയാൽ ഈ ദിവസം വിശ്വാസം നമുക്ക് പറയാം, കർത്താവേ,
ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൂ വിൽ ഡു, ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഹൗ ദിസ് ഷാൽ ഹാപ്പൻ, ഇതെങ്ങനെ സംഭവിക്കും, ആർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും, ഇനി ഇത് സംഭവിക്കും, വിൽ ഇറ്റ് ഹാപ്പൻ, ഓ എനി ഫർദർ, ഹല്ലേലൂയ, ഡു വി നീഡ് ടു പ്രേ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം I would like to assure you, dear children, I would like to assure you, do not stop praying. Hallelujah. Even though there's a lot of hurdles, lot of challenges, hallelujah, lot of negativity shall come against what you are praying for. But in spite of those challenges, hallelujah, in spite of the impossibilities, hallelujah, in spite of all those great words and comments that are coming against us, പല അഭിപ്രായ പ്രകടനങ്ങൾ, അസാധ്യമാണെന്നൊക്കെ പറയുന്നത്, നടക്കത്തില്ലെന്ന് പറയുന്നതിന് മുമ്പിൽ ഹല്ലേലൂയ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ നിന്ന് പകൽക്കാലം അടയ്ക്കാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളൊക്കെ നമ്മെ കേൾപ്പിക്കുന്ന ദൈവവചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പശ്ചാത്താപത്തോടെ ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ കഴിഞ്ഞ ദിവസവും ഹല്ലേലൂയ ദൈവദാസനോട് നമുക്ക് ആഹ്വാനം ലഭിച്ചു. ഹല്ലേലൂയ. നാം ചെയ്യുന്ന പല ക്രമീകരണങ്ങളുണ്ട്, ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, ഹല്ലേലൂയ, ഫിസിക്കൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട്, ഹല്ലേലൂയ. ബട്ട് ബിയോണ്ട് ദാറ്റ് വി ട്രസ്റ്റ് ഇൻ അവർ ഗാഡ്. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിച്ച് പറയാം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം, ഹല്ലേലൂയ, ഐ എം റെഡി ടു ഡു, ഐ എം റെഡി ടു സാക്രിഫൈസ്, ഐ എം റെഡി ടു സറണ്ടർ മൈസെൽഫ്, ഐ എം റെഡി ടു ടേക്ക് ഹീഡ് to your word, O Master. Oh, I am ready to do that. ഞാൻ ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു അവിടുത്തെ വാക്കിന് മുൻപിൽ. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞതാ, ഹല്ലേലൂയ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അല്ല, അവിടുത്തെ വാക്കിന്, ഹല്ലേലൂയ, അവിടുത്തെ വാക്കിന്, at your word, praise God. ഈ ദിവസങ്ങൾ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ആ ദൈവപ്രവർത്തിക്കായി നമ്മെ തന്നെ സമർപ്പിക്കും. ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ചോദിച്ചാൽ പ്രാർത്ഥിക്കും. വചനങ്ങൾക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് സ്തോത്രത്തോടെ ഇന്ന് പകൽക്കാലം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. വൈകിട്ടത്തെ പ്രാർത്ഥന, അതുപോലെ നാളത്തെ സഭായകം, കർത്താവ് തിരുമേശ ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം പ്രിയ ചോദിച്ചാൽ പ്രാർത്ഥിക്കുമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് കർത്താവേ, ഇന്ന് പകൽക്കാലം തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യല്ലോ. ഈ മാസത്തിന്റെ അവസാന ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ സെക്ഷനിൽ അടിയങ്ങളായിരിക്കുന്നു. കർത്താവിന്റെ മഹാകൃപ ഞങ്ങളോടുകൂടെ ഇരുന്നുകൊണ്ട് സ്തോത്രം ചെയ്യും. ഞങ്ങൾ കടന്നു വന്ന സന്ദർഭം മുതൽ ദൈവത്തിന്റെ മഹാസ്ഥാനത്ത് ഞങ്ങളോടുകൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവമിടയാക്കി എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങൾക്കായി ആകാശം ചായ്ച്ചിറങ്ങി വന്ന് ഞങ്ങളുടെ വിഷയങ്ങളിൽ മേൽനടകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന മഹാദൈവമാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, സഭയായി ഞങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അടിയങ്ങളോട് മനസ്സലിയണമേ കർത്താവേ. ഞങ്ങൾ പലവിധ വിഷയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വെച്ച് കൃപയ്ക്കായി യാചിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗം ഞങ്ങൾക്കായി ഇറങ്ങി വന്ന് അവയൊക്കെ നടകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് പോലെ കാലം അടിയങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ അതിനായി ബലപ്പെടുത്തിക്കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞാൻ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു കൊള്ളണമേ. അവരുടെ ആവശ്യങ്ങൾ കൂടെ സഹായിച്ചു കൊള്ളുമാറാകണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ഞങ്ങൾ കേട്ട ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കി കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി. എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവെ. സകലവും എൻ്റെ ദൈവത്താൽ സാധ്യമാകയാൽ അങ്ങയുടെ സന്നിധി ഞങ്ങളുടെ വിഷയങ്ങളുമായി അടിയങ്ങൾ കടന്നു വരുന്ന ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം. പ്രത്യേകാൽ അടിയങ്ങൾ നാക്കോക്കിന് വേണ്ടി ഈ നാളുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവത്താൽ സകലവും സാധ്യമാണ് കർത്താവേ. അനാക്കോക്കിന്റെ എല്ലാവിധ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്മേലൊക്കെ ദൈവകൃപ അയച്ച് ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ. അടിയങ്ങളെ ലജ്ജിപ്പിക്കാതെ വഴി നടത്തുന്ന ദൈവമേ, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുന്ന കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഒരു വലിയ ആത്മീയ പകർച്ച ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങൾ നിന്നിൽ സന്തോഷിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനായി ഞങ്ങളെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് വൈകിട്ടത്തെ ആരാധന, നാളെ പകലത്തെ ആരാധന, നാളത്തെ ആരാധനയൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. ഇതിലൊക്കെ എൻ്റെ ദൈവത്തിന് നാം ഉയർത്തപ്പെടണം. അതിനായി ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും സ്ഥാപിത താല്പര്യങ്ങളല്ല, എൻ്റെ ദൈവത്തിന്റെ ഇതിലൊക്കെ നിറവേറുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം.
എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. അമ്മേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോട് ദിവസവും എല്ലാ ഭവനങ്ങളോടും ലോകം പാടുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന്റെ നാൾ വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം ചെയ്യാൻ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.